ഇപ്പം ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണയൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാലും. കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാരും കണ്ടിട്ടുണ്ടല്ലോ, സ്ഥാനം ഒഴിയുമോ ലല്ലു പ്രസാദും അതുപോലെ തന്നെ UP മുഖ്യമന്ത്രിയും ഒക്കെ ഇതേപോലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കുടുങ്ങിയ സമയത്ത് അവരെന്താ ചെയ്ത്? എഴുത്തും വായനയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ. അന്ന് സ്കൂളിലേ പോയിട്ടില്ല, അവരെയാണ് മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചത്. പക്ഷെ വീണക്കൊക്കെ അത്യാവശ്യം നല്ല വിവരവും എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ, അവരെ ഏൽപ്പിക്കട്ടെ. ബാക്കി ഈ പാർട്ടി ഏറ്റെടുക്കുമല്ലോ, ആ പാർട്ടിക്ക് വീണ ജയിപ്പിക്കാൻ കഴിയുമല്ലോ. എങ്ങനെയെങ്കിലും ഈ കേരളത്തെ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ നിന്ന്. അതിനുള്ളൊരു മഹാമനസ്കതെങ്കിലും കാണിക്കട്ടെ. അപ്പൊ അറിവില്ലായ്മയില്ലല്ലോ ഈ പറഞ്ഞ റിയാസിനായാലും മകൾ വീണക്കായാലും, അങ്ങനെയും ചെയ്യാമല്ലോ. തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് മന്ത്രിമാർ പറയുന്നു. മുഖ്യമന്ത്രി തന്നെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നത് PR ഏജൻസിക്ക് പറ്റിയ തെറ്റാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും വേണ്ട, PR നടത്താനുള്ള ശേഷി പറഞ്ഞ റിയാസിനും വീണക്കൊക്കെ തന്നെ ഉണ്ട്. അവർക്ക് തന്നെ സ്വയം PR ആയി മാറിയാലും അതേ ആവശ്യമുള്ളൂ. പാർട്ടിയിൽ ഈ വിഷയത്തിൽ 40 അഭിപ്രായം ഉണ്ടാവും, എല്ലാവരും തർക്കമില്ല. ഒരഭിപ്രായം പറയാനില്ല നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത്. ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത്? CM-നെ സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും ഒക്കെ നല്ല പേടിയാണ്, അത് യാതൊരു തർക്കമില്ല, എല്ലാവർക്കും ബോധ്യമായതാണല്ലോ. പാർട്ടി ആരെയാ പേടിക്കുന്നത്? CM-നെ. അപ്പൊ എവിടെയാ പാർട്ടി കുടുങ്ങി കിടക്കുന്നത്? പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ അങ്ങാടിയിൽ ചുമടെടുക്കുന്ന CITU തൊഴിലാളിക്കും, ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന CITU തൊഴിലാളിക്കും, ഈ രാജ്യത്തെ മലമുകളിൽ കൃഷി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക കർഷകർക്കും, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും, ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രമാണ്. എങ്ങോട്ടാ കൊണ്ടുവന്നത്? പശ്ചിമബംഗാളോ ത്രിപുരയോ? അതാ എനിക്ക് ശേഷം പ്രളയമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനമെടുത്തോ? അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം, CPM നേതൃത്വം എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ല, ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ചിട്ട് എവിടെയാ എത്താത്തത്? എന്താണ് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്? എന്താണ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് എന്നെ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞാനിതിന്റെ പിന്നിലുണ്ടാകുന്നു, എന്നെ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ. ഇത്ര ദിവസമായി പറയുന്നു, വെല്ലുവിളിക്കുന്നത്, എന്താ അതിന് തയ്യാറില്ലാത്തത്? അപ്പൊ ജനങ്ങൾ ആലോചിക്കട്ടെ എന്തുകൊണ്ടാ അതെന്നല്ലേ. അല്ലല്ല, ഞാനിപ്പോ ഈ നടന്ന കഴിഞ്ഞ 3 വർഷത്തിനിടക്ക് സുജിത് ദാസ് ജില്ലാ പോലീസ് സൂപ്രണ്ടായതിനു ശേഷം കരിപ്പൂർ എയർപോർട്ട് വഴി സുജിത് ദാസും ഈ പറയുന്ന ADGP അജിത് കുമാറും P ശശിയും കൂടി ഒരു നെക്സസായി നിന്നുകൊണ്ട്, ഒരു നെറ്റ്വർക്കായി നിന്നുകൊണ്ട് അവിടെ അതുവഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് കളവ് നടത്തിയതും ഗ്രീൻ ചാനൽ വഴി ഇവരുടെ നിർദ്ദേശപ്രകാരം ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ദുബായിലെ സ്വർണ്ണക്കടത്തുകാരുമായി ധാരണയുണ്ടാക്കി ഫ്രീ ആയിട്ട് ഗ്രീൻ ചാനൽ വഴി കടത്തിയിട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത്. പഴയ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാനത് പഠിച്ചിട്ടുമില്ല. അദ്ദേഹം അങ്ങുമായുള്ള സൗഹൃദം തുടരും, പക്ഷേ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പാർട്ടിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കും എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് താങ്കളുടെ പാർട്ടിക്കെതിരെ പ്രചാരണത്തിന് അല്ല, ഞാനതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജലീൽ MLA ഒന്നും കുറ്റം പറയാൻ ഞാൻ ആളല്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ, ജനങ്ങളുടെ കാലിൽ, എൻ്റെ കാലിൽ ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ
അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തീരുമാനത്തിലുണ്ടാവും. അദ്ദേഹം ഇത്ര ദിവസം സാധാരണ എല്ലാ വിഷയങ്ങൾക്കും സർക്കാരിനെയും CPM-നെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും കുറച്ച് ദിവസമായിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയോടോ CPM-നോടോ പ്രത്യേക ഒരു പ്രതിബദ്ധതയില്ല, ഇനി ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരം വന്ന് പറയുന്നത് എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ട് ആ രീതിയിൽ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ടോ? എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് എതിരെ പറയില്ല. അപ്പൊ ആരോ വെടിവെക്കുന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് മാറിയതാവും. മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന്. ജീവനപ്പേടി എന്നപ്പോ നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ.